ഒരു ബോക്സിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ രാഗേഷ്, അതുപോലെ CPI-യിലെ ശ്രീ ചന്ദ്രൻ, അവരാണ് മൂന്നുപേര്. എനിക്കൊന്ന് ചൂരൽമലയിലെ വീട് ലഭിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി കാണാൻ വന്നതും അവർക്ക് ആശ്വാസം പകർന്ന കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുവാനും വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വന്നു. അവർ അദ്ദേഹവുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചൂരൽമല എന്ന് പറഞ്ഞാൽ കേവലം വീട് വെച്ചു കൊടുക്കൽ മാത്രമായിരുന്നില്ല, അത് രാഷ്ട്രീയത്തിൽ വളരെ നിറഞ്ഞ വിഷയമായിരുന്നു. വയനാട് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ദീർഘദിവസങ്ങൾ ഡീലൊക്കെ കഴിഞ്ഞ് ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം വയനാട് ഫണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു ഒരു പൊളിറ്റിക്കൽ കളർ രാഷ്ട്രീയ അജണ്ടയിൽ വന്ന വിഷയമാണ്. അപ്പോൾ ഈ കുട്ടികലാ സമിതി നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടി തന്നെയായിരുന്നു ഇത്. പിണറായി കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമല സംവാദിക്കുന്ന ഒരു പരിപാടി, നേരത്തെ പദ്ധതിയിട്ട പരിപാടി, പ്ലാൻ ചെയ്ത പരിപാടിയാണ്. അതിന് പ്രകാരം അവർ വന്ന് അവരോട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് അവർ അനുഗ്രഹം വാങ്ങുന്നൊക്കെ ഉണ്ട്. അവിടെ വലിയ ദുരന്തം, സമാനതകളുള്ള ദുരന്തം നടന്ന സ്ഥലമാണ്. ടൗൺഷിപ്പിൽ ഇപ്പോൾ ഇനി വീടുകളിൽ ആളുകൾ കയറി താമസിച്ചില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി അവിടെ ടൗൺഷിപ്പ് ഏതാണ്ട് 98% യാഥാർത്ഥ്യമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദുരന്തബാധിതർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കുമോ എന്ന കാര്യം അറിയില്ല. ഈ പറഞ്ഞ ഫണ്ടിന്റെ കാര്യത്തിൽ ദീർഘ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്താ സമ്മേളനം കടന്നു കാണിക്കാമോ എന്ന വെല്ലുവിളികൾ കണ്ടതാണ്. സംസാരിക്കാനും വിഷമമുണ്ടായില്ല, ഈ സമയമായതുകൊണ്ട് സംസാരിക്കുന്നതിനും വിഷമമുണ്ടായില്ല. അപ്പം എല്ലാവരും വന്നതിന് നന്ദി. നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി എല്ലാവർക്കും നന്ദി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്ന് ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രളയത്തിനിരയായി ആകുകയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്ത കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം കിട്ടിയ സാഹചര്യത്തിൽ അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് അവരുടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാൻ വേണ്ടി എത്തിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സന്ദർശനം അവസാനിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.